ഹായ്, ഇത് ഞാനൊരു ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹെൽത്ത് മിക്സ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ എപ്പോഴും അങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് കുറെ കൂട്ടുകാർ ഉണ്ടാക്കി നോക്കിയിട്ട് ഓക്കെ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലവർക്ക് അതിന് ചെറിയ കയ്പ് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊന്നും കൊണ്ടല്ല, അതിന്റെ വറവ് ശരിയാവാഞ്ഞിട്ടാണ്. ഇതിൽ നമ്മൾ എള്ളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ എള്ളിനൊക്കെ കുറച്ച് മൂപ്പ് അധികമായി പോയാല് അതിന് കയ്പ് വരും. അപ്പൊ അത് നോക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പിള്ളേരൊക്കെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് പാലിൻ്റെ അകത്ത് നമുക്ക് ഹോർലിക്സിനും ബൂസ്റ്റിനൊക്കെ പകരം ഇങ്ങനെ ഹെൽത്ത് മിക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്കും കഴിക്കാം. ഒരു എനർജി ഡ്രിങ്ക്, ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ട് ഒരു എനർജി. പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഉത്തമാട്ടോ. അപ്പൊ ഇവിടെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാക്കി വെച്ചത് തീർന്നു. അന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കി. അപ്പം ഇപ്രാവശ്യത്തെ ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കാം. അപ്പൊ ഞാൻ ഓരോന്നിട്ട് മൂപ്പിക്കുമ്പോൾ അതിന്റെ പേരുകളൊക്കെ പറഞ്ഞു തരാം എന്താണെന്ന്. അപ്പൊ നേരത്തെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവര് ഒന്നും കൂടി ചെയ്തു നോക്കുക. മൂപ്പ് കറക്റ്റ് ആക്കി എടുക്കുക. ചില സാധനങ്ങൾ എള്ളൊക്കെ മൂത്ത് പോയിട്ടുണ്ട് കഴിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇട്ട് മൂപ്പിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കശുവണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. സിങ്ക്, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് എന്നിവ ധാരാളം കശുവണ്ടിപ്പരിപ്പിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചർമ്മത്തിനൊക്കെ വളരെ ഉത്തമമാണ്. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അത് ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം 100 ഗ്രാം വെച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിലക്കടല ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ഗുണങ്ങളുള്ള ഒരു നട്ട്സാണ് നിലക്കടല. അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ബദാമാട്ടോ ഇട്ട് കൊടുത്തിട്ടില്ലേ. നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കും. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ബദാം സഹായിക്കും. അതുപോലെ ഫാറ്റി ലിവർ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ബദാം സഹായിക്കും കേട്ടോ. പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒരുപാട് നല്ലതാണ്. അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എടുത്ത് തണ്ണിമത്തൻ്റെ സീഡാട്ടോ. നമ്മുടെ ചർമ്മത്തിൻ്റെയും തലമുടിയുടെ ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇപ്പോൾ ചെറിയ പൈസയിൽ നമ്മുടെ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ള സൺഫ്ലവർ സീഡാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടുകയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും നമ്മുടെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വളരെ നല്ലതാണ്. മക്കൾക്കും നമ്മുടെ മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. അതും ചെറുതായിട്ടൊന്ന് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ള മത്തങ്ങാക്കുരു കേട്ടോ. ഈ മത്തങ്ങാക്കുരു കാണുമ്പോഴേ എൻ്റെ പണ്ട് കാലം ഓർമ്മ വരുവേ. ഞാനൊക്കെ ഒരുപാട് വറുത്തെടുത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പം ഇതും ഒന്ന് ചെറുതായിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ളത് ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള കുഞ്ഞു സീഡാട്ടോ. സിയാ സീഡ് എന്ന് പറയും. ഇത് കറുപ്പും വെളുപ്പും ഉണ്ട്. ഞാനിപ്പോൾ അതിൽ വെളുപ്പാണ് എടുത്തിട്ടുള്ളത്. പാലിൽ കിട്ടുന്ന ഗുണങ്ങൾ ഇതിൽ കിട്ടും കേട്ടോ. അതായത് കാൽസ്യം ധാരാളം ഉണ്ട്. മസിലിൻ്റെ ഒക്കെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഇത് വേഗം ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു ചെറിയ ചൂട് തട്ടുമ്പോഴേ അത് കോരിയെടുക്കണം. എടുത്തിട്ടുള്ളത് എള്ളാണ് കേട്ടോ. വെളുത്ത എള്ളും കറുത്ത എള്ളും ഞാൻ എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും മുടി കൊഴിച്ചിൽ തടയാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എള്ളിന്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് മൂപ്പിക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒട്ടും കരിഞ്ഞു പോയത് ഇതാട്ടോ നമുക്ക് കയ്പ്പ് നൽകുന്നത്. അപ്പം ഞാനിത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ സിയാ സീഡിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. അത് മൂന്നും ഒരേപോലെയാണല്ലോ. അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ള ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഇത് വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ കഴിയും. ക്യാൻസറിനെ പ്രതിരോധിക്കും. ദഹന പ്രക്രിയ നല്ല രീതിയിലാക്കും. അപ്പോൾ അത് ഞാനൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ള താമരവിത്താണ് കേട്ടോ. മക്കാന എന്ന് പറയും. ഇതിന് ഒരുപാട് അത്ഭുത ഗുണങ്ങളുണ്ട്. യൗവനം നിലനിർത്തും. അതുപോലെ പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ഇത് പൊടിയാൻ പാകത്തിന് ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചൂടാക്കി എടുത്തു. അപ്പൊ നമ്മളെല്ലാം സെപ്പറേറ്റ് ചെയ്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് വറവായി പോകരുത്. ജസ്റ്റ് നമുക്ക് പൊടിക്കാൻ വേണ്ടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കയ്പ് വരും കേട്ടോ. അപ്പൊ ഇതൊക്കെ എണ്ണക്കുരുക്കളല്ലേ. നമ്മുടെ കശുവണ്ടിയും നിലക്കടലയും പിന്നെ ബദാമും ഒക്കെ എണ്ണക്കുരുക്കൾ ആയതുകൊണ്ട് അത് ഒരുമിച്ച് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി ഒരുമിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീഡുകൾ സൺഫ്ലവർ സീഡ്, ഇത് നമ്മുടെ തണ്ണിമത്തൻ്റെ സീഡ്, മത്തങ്ങയുടെ സീഡ്, ഇത് മൂന്നും കൂടെ നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ പറ്റും. സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ചൂടാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ അതും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്ത എള്ളും കറുത്ത എള്ളും സിയാ സീഡും അത് മൂന്നും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ചെറുതല്ലേ. ഇത് വറക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഇതായി പോയിട്ടുണ്ടെങ്കിൽ കയ്പ് വരും. അപ്പം അത് ശ്രദ്ധിക്കണം. ഇപ്രാവശ്യം ഞാനിങ്ങനെ ശരിക്കും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്നത്. ഇനിയെങ്കിലും ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പം ചൂട് കൂടി പോകരുത്. ഒന്ന് അത് പൊടിയാൻ പാകത്തിനൊന്ന് ചൂടാക്കി വേഗം എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം.
പിന്നെ നമ്മുടെ ഫ്ലാക്സീഡ് ഞാൻ വേറെ തന്നെ ചൂടാക്കി സെപ്പറേറ്റ് പൊടിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മക്കാന താമരമുട്ട് അതും സെപ്പറേറ്റ് തന്നെ നമുക്ക് പൊടിച്ചെടുക്കണം. അത് നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ള നട്ട്സിൻ്റെയും സീഡിൻ്റെയും ഒക്കെ ഗുണങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ഇതിലെല്ലാം കൂടെ പറയുമ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ അതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്ത് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി മധുരമൊക്കെ അല്ലേ ഇഷ്ടം. അപ്പം വേണമെങ്കിൽ നമുക്ക് പനങ്കൽക്കണ്ട ഇതിൽ പൊടിച്ച് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർത്തിട്ട് എടുക്കാമല്ലോ. ഇതിപ്പോൾ നമുക്ക് പാലിൻ്റെ അകത്ത് കലക്കി കുടിക്കാം, സാധാരണ നോർമൽ വെള്ളത്തിൽ കലക്കി കുടിക്കാം. അല്ല നമ്മൾ ദോശ, ഇഡ്ഡലി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ കൂടെ ഓരോ സ്പൂണ് ചേർത്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു ദിവസത്തേക്കുള്ള എനർജി കിട്ടാനും പിന്നെ ഒരുപാട് രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെൽത്ത് മിക്സ് ആണ്. അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. പിന്നെ നമ്മൾ ഹോർലിക്സ് ബൂസ്റ്റൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ മക്കള് തടിച്ചു വരും, ശരീരം തടിച്ചു വരും. പക്ഷെ ഇത് കഴിച്ചെന്നാൽ ആരോഗ്യത്തോടെയുള്ള നല്ല ശരീരമായിരിക്കും കേട്ടോ. വലിയ പൊണ്ണത്തടിയോ അങ്ങനെയൊന്നും വെക്കത്തില്ല. ഹെൽത്തായിട്ടുള്ള ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ എല്ലാവരും ചെയ്തു കൊടുക്കുക. മക്കൾക്ക് മാത്രമല്ല നമുക്കും എല്ലാവർക്കും ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ളൊരു ഹെൽത്ത് മിക്സ് എല്ലാവരും വീട്ടിൽ ചെയ്യുക. അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാറ്റ് കയറാത്ത പാത്രത്തിൽ അടച്ച് ഇട്ട് പുറത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു മാസമൊക്കെ പുറത്തിരിക്കും. പക്ഷെ പുറത്ത് വെക്കുന്നതിനേക്കാളും നമുക്ക് ഈ പൊടികളിലൊക്കെ പൂപ്പൽ പിടിക്കുന്ന മനസ്സിലാകത്തില്ല. അപ്പം അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം നമ്മളിങ്ങനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് 1-2 മാസത്തേക്ക് സുഖമായിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിത് നമുക്ക് ആവശ്യമുള്ളത് കുപ്പിക്കകത്തൊക്കെ എടുത്ത് വെക്കട്ടെ. അപ്പം ഇത് എനിക്കിങ്ങനെ 2 കുപ്പിയിൽ നിറച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, അപ്പം നമ്മൾ ചെറിയ പൂപ്പലൊന്നും വന്നാൽ അറിയില്ല. അപ്പം പൊടികൾ കൂടുതലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വീട്ടിലിങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ട് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, നല്ലൊരു ഹെൽത്ത് മിക്സ്. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.